ഷെയ്ഖ് അൽബാനിക്കെതിരെ വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഒരു മഹാനല്ല, ഒരു കവി പറഞ്ഞ വാചകമാണ്. അദ്ദേഹം പറഞ്ഞു, യാ നാത്തിഹൻ ജബലൻ ലിയുക്സിറഹു ഇഷ്ഫിക് അലർ റഅസി ലാ തുഷ്ഫിക് അലൽ ജബലി. പാറയെ തകർക്കുവാൻ വേണ്ടിയിട്ട് ആ പാറമേ തലയിട്ടിടിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? ഒരു പാറയമിട്ട് തലയിട്ടിടിക്കുകയാണ്, ഒരു മലയമിട്ടിട്ട് തലയിട്ടിടിക്കുകയാണ്. എന്താ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പാറയെ തകർക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. അങ്ങനെ തലയിട്ടിടിക്കുന്ന മനുഷ്യ, ഇഷ്ഫിക് അലർ റഅസി, താങ്കൾ എന്ത് ചെയ്യണം? ദയവായിട്ട് താങ്കളുടെ തലയോട് കുറച്ച് കാരുണ്യം കാണിക്കണം. വലാ തുഷ്ഫിക് അലർ റഅസി അലൽ ജബലി, താങ്കൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മലയോട് എന്തായാലും ഇപ്പൊ കാരുണ്യം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നീ തല ഇടിച്ചാലും ഇടിച്ചില്ലെങ്കിലും മലയായിട്ട് തന്നെ നിൽക്കും, നിന്റെ തല പോവാന്നല്ലാതെ വേറെ ഒരു ഗുണവും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളക്കെതിരെ നാക്കിട്ട് ചലിപ്പിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങൾ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും തോറും ഷെയ്ഖ് അൽബാനിയുടെ ഒരു ഖദർ, അദ്ദേഹത്തിന് സമൂഹത്തിൽ അല്ലാഹു തആല നൽകിയ ആ ഒരു സ്ഥാനം ഇൻഷാ അല്ലാ അതൊരിക്കലും കുറയാൻ പോകുന്നില്ല. നേരെ മറിച്ചിട്ടോ ആ സംസാരിക്കുന്ന ആളുകളുടെ ഖദർ, അവരുടെ സ്ഥാനം തന്നെയാണ് അല്ലാഹു തആല കുറച്ചു കൊണ്ടുവരുള്ളത്. ഇൻഷാ അല്ലാ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ സംസാരിക്കുന്നത് ഇത് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള, നമ്മൾ ഷെയ്ഖ് അൽബാനിയെ തക്ലീദ് ചെയ്യുന്നത് ഇതുകൊണ്ടൊന്നല്ല. പല അഭിപ്രായങ്ങളും ചിലപ്പോൾ നമുക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മറ്റ് വ്യക്തമാക്കി കൊടുക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞിടത്തോളം നമ്മളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളും ഷെയ്ഖ് അൽബാനി മദ്ഹബ് എന്ന് പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. പിന്നെ വെച്ചാൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയില് സ്വാഭാവികമായിട്ടും രണ്ട് അഭിപ്രായങ്ങളെ പഠിച്ചതിന് ശേഷം ഒരു മസല എടുക്കുമ്പോൾ, ഒരു പണ്ഡിതൻ പറഞ്ഞ അഭിപ്രായത്തെടുക്കുമ്പോൾ അതൊക്കെ ആ പണ്ഡിതനെ മദ്ഹബി അദ്ദേഹത്തിന്റെ ഒരു മദ്ഹബിൽ ചേരലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒരു അഭിപ്രായം എടുക്കാൻ പറ്റാണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ആരും അത്തരം മദ്ഹബൊന്നും പൊക്കിപ്പിടിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ശരി, ഇത്തരം ഈ സംസാരത്തിന്റെ ആളുകൾക്ക് അല്ലാഹു തആല അവർക്ക് ശരിയായ വെളിച്ചം നൽകുമാറാകട്ടെ. ഇതാണ്